നമസ്കാരം. ഇന്ന് ചക്കയും ബീഫും വെച്ച് ഉലർത്താണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതുപോലൊരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, ഒരു വലിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒരു 2 കിലോ ബീഫ് നല്ലപോലെ കഴുകി വെച്ചതാണ്. അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 7-8 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചക്ക ഇട്ട് കൊടുക്കുകയാണ്. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ചക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ചക്കയും ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ചക്ക വെന്തുടഞ്ഞ് പോയിട്ടില്ല കേട്ടോ. അതേ രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതുപോലെ ഒരു ഉരുളി വെച്ചെടുക്കാം. എന്നിട്ട് നിറയെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും, അതിന് കണക്കൊന്നുമില്ല കേട്ടോ, ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചതും പിന്നെ മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചക്ക വേവിച്ച് വെച്ചത് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇല വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അടിപൊളി സൂപ്പറായിട്ട് നമ്മുടെ ചക്കയും ബീഫും വളർത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.